നെടുമ്പാശ്ശേരിയിലുണ്ടായ തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ്. വിമാനത്താവളത്തിന് സമീപത്തെ ആപ്പിൾ റെസിഡൻസി ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് തീപിടുത്തമുണ്ടായത്. ഒരു കാറും 5 ബൈക്കുകളും കത്തിനശിച്ചു. കെട്ടിടത്തിൽ കുടുങ്ങിയ കുട്ടിയെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി രക്ഷിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അശ്വിൻ പാലാഴിയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അശ്വിൻ, ഈ തീപിടുത്തം അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. പക്ഷേ ഈ ബൈക്കുകളടക്കം അവിടെ കത്തി നശിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണാം. പൂർണ്ണമായും കത്തിയ അവസ്ഥയിലാണ്. എത്ര മണിക്കാണ് ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പ്രജിൻ, അർദ്ധരാത്രി 12 മണിയോടെയാണ് വിമാനത്താവളത്തിന് ചേർന്നുള്ള ആപ്പിൾ റെസിഡൻസിയിൽ അഗ്നിബാധ ഉണ്ടാകുന്നത്. ഏകദേശം 134 മുറികളാണ് ഈ ആപ്പിൾ റെസിഡൻസിയിലുള്ളത്. കാർ പാർക്കിംഗ് ഏരിയയിലാണ് ആദ്യം അഗ്നിബാധ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്ന കാറുകൾ 3 കാറും ഒപ്പം 5ഓളം ബൈക്കുകളും ഭാഗികമായി കത്തി നശിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വാഹനത്തിൽ നിന്ന് തീപിടിച്ചതാണോ അതോ കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് തീപടർന്നതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മുറിയിൽ ഒരു പെൺകുട്ടി കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീ പിടിച്ചപ്പോൾ അവരെ ഹോട്ടലിലെ വൈദ്യുതി പൂർണ്ണമായും വിച്ഛേദിച്ച് ലാഡർ ഉപയോഗിച്ചാണ് പുറത്തെത്തിച്ചത്. അല്പം ദുഷ്കരമായ രക്ഷാപ്രവർത്തനമായിരുന്നു. പെൺകുട്ടിക്ക് പരിക്കുകളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ ഹോട്ടലിലെ AC-യും മറ്റു വയറുകളും ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വയറുകളും എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും ആർക്കും പരിക്കുകളില്ല എന്നുള്ള ആശ്വാസ വാർത്തയാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായപ്പോഴും അവിടെ നിന്ന് വരുന്നത്. ഈ പൂർണ്ണമായും തീ ഇതിനോടകം കെടുത്താനായിട്ടുണ്ട്. മറ്റ് വശങ്ങൾ എങ്ങനെയാണ് തീ പിടിച്ചത് എന്നടക്കമുള്ള വശങ്ങൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്നിരക്ഷാ സേനയുടെ നിരവധി യൂണിറ്റുകൾ ആ ഹോട്ടലിന് സമീപത്തുണ്ട്. എന്തായാലും നിലവിൽ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട്. ശരി, എന്തായാലും വിമാനത്താവളത്തിനടുത്തുള്ള ഒരു കെട്ടിടത്തിലാണ് ഈ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായത്. ആപ്പിൾ റെസിഡൻസി ഹോട്ടൽ, അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറ് ഒപ്പം 5 ബൈക്കുകൾ ഈ തീപിടുത്തത്തിൽ കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിന് കാരണം എന്നത് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് അശ്വിൻ പാലാഴി അവിടെ നിന്ന് നൽകിയ വിവരം.